സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ തിരുമലക്കോവിൻ്റെ എൻട്രൻസ്. ടിൻറ്റുമോൻ 20 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഇനി ഞാൻ എൻട്രൻസിനകത്തോട്ട് പോവുകയാണ്. ഈ ഇടത് സൈഡിൽ കാണുന്ന എൻട്രൻസിൽ കൂടി തന്നെയാണ് നമ്മുടെ മുകളിലേക്കുള്ള റോഡ്. ഈ റോഡിലൂടെ ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോവിലിൽ എത്തിച്ചേരാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുമലക്കോവിലിന് മുമ്പിലാണ്. അപ്പോൾ ഇനി മേപ്പോട്ട് കയറി പോവാണ്. ഞാനും ടിൻറ്റുമോനും കൂടെയാണ് തിരുമലക്കോവിലിന് മുകളിൽ പോകാൻ പോകുന്നത്. നമുക്ക് ആ സ്റ്റെപ്പ് കയറി പോകാം. ദാണ്ടേ ആ കാണുന്ന ആൾക്കാരൊക്കെ സ്റ്റെപ്പ് കയറി പോവുകയാണ്. അതുവഴി സ്റ്റെപ്പ് കയറിപ്പോകാം. പക്ഷേ അപ്പോൾ ഇവിടുന്ന് വാഹനങ്ങളുണ്ട്. താഴെ നിന്ന് ഇതുപോലെ ടെമ്പോ ട്രാവലറെ, അതുപോലുള്ള ടാക്സി, ഓട്ടോകളൊക്കെ ഉണ്ട്. നമുക്ക് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ മുകളിൽ പോകാൻ പറ്റും. ഒരുപാട് ഹൈറ്റിലാണ്. അപ്പോൾ കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചാണ് ഇവിടെ ഒന്ന് വരണമെന്ന്. ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ഇന്ന് നടക്കുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ മഴയില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഭാഗ്യമുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ തിരുമലക്കോവിലോട്ട് പോവാണ്. സുഹൃത്തുക്കളെ, ഞാനും ടിൻറ്റുമോനും മുകളിലോട്ട് പോവുകയാണ്. ടിൻറ്റുമോന് 20 രൂപ കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു. ജീപ്പ് അങ്ങനെയുള്ള മറ്റുള്ള വാഹനങ്ങൾക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലാവും, അത്രയേ ഉള്ളൂ. അപ്പം ടിൻറ്റുമോന് 20 രൂപയായി. 20 രൂപ മുകളിൽ പോയി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്നതിനുള്ള ചാർജാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എനിക്ക് ശരിക്കും പടി കയറി ഒന്ന് പോകണം. പക്ഷേ അതിനുപരിയായിട്ട് നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് കാണണ്ടേ, എങ്ങനെയായിരിക്കുക, ഈ മലയുടെ മുകളിൽ പോകുന്ന റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഒക്കെ നിങ്ങളെയും കൂടെ കാണിക്കുകയും ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ റോഡിൽ കൂടി ഒന്ന് സഞ്ചരിക്കുന്നത്. അപ്പം ഞാനും ടിൻറ്റുമോനും കൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളെയും കാണിച്ച് മുകളിലെത്തിയിട്ട് അപ്പോൾ തന്നെ ഉടൻ തന്നെ താഴെ ഇറങ്ങി വരും. ഈ കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഇറങ്ങി വന്നിട്ട് എവിടെയെങ്കിലും ഇവനെ ഒന്ന് പാർക്ക് ചെയ്യിക്കും. ടിൻറ്റുമോനെ ഒന്ന് പാർക്ക് ചെയ്യിച്ചിട്ട് 625 പടികൾ, ആ പടികൾ കയറിയായിരിക്കും ഞാൻ മുകളിൽ പോവുക. സുഹൃത്തുക്കളെ, താഴെ നിന്നും തിരുമലക്കോവിൽ വരെ ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. വരുന്ന വഴിയിൽ ഒരു പകുതി ദൂരമുള്ള എത്തിയപ്പം ഞാനൊന്ന് നിർത്തി. കാരണം അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാനും ഒന്ന് നിർത്തി. അങ്ങനെ ഞാൻ ടിൻറ്റുമോനെ അവിടെ നിർത്തിയിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുകയാണ്. നോക്കിക്കുക, എന്ത് നല്ല ഭംഗിയാണെന്നല്ലേ. ഈ മലമുകളിലാണ് നമ്മുടെ തിരുമലക്കോവിൽ. ഈ പാറയൊക്കെ തുരന്ന് നോക്കിക്കുക, ആ കാറൊക്കെ വരുന്നതുണ്ടോ. ഇങ്ങനെയാണ് ഈ റോഡുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് മുമ്പോട്ട് പോവുകയാണ്. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ, ആ മലയൊക്കെ കാണാൻ. ആ കാണുന്നതൊക്കെ കൃഷിപ്പാടങ്ങളാണ്. നമ്മളൊക്കെ കഴിക്കുന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെയുള്ള താഴ്വരകളിൽ ഉൽപ്പാദിച്ചാണ് നമ്മുടെ നാടുകളിലൊക്കെ എത്തുന്നത്. പാറയൊക്കെ തുരന്ന് മനോഹരമായിട്ടാണ് ഈ റോഡുകൾ കൊണ്ടുപോയിരിക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ ഇത് എങ്ങനെ തുറന്ന് കാണും അല്ലേ. അന്ന് നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയൊക്കെ കാണത്തില്ലല്ലോ. അപ്പോൾ എങ്കിൽ തന്നെയും മനോഹരമായിട്ടാണ് ഈ റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടി വിസ്തീർണം ഉണ്ടായി കാണും. പക്ഷേ അന്ന് ഇത്ര ചെറിയ, ചിലപ്പോൾ ഇടുങ്ങിയ റോഡൊക്കെ ആയിരുന്നു കാണാം. വണ്ടിയൊന്നും പോകാൻ പറ്റാത്ത ഇടുങ്ങിയ റോഡായിരിക്കാം. പക്ഷേ ഇപ്പം ഇച്ചിരി നല്ല വീതിയുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലൊന്നുമല്ല. 2 വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുത്ത് തന്നെ പോകാൻ പറ്റും. നിങ്ങൾ അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലമുകളിൽ പോകുന്നത്. ഞാനൊന്ന് ഭയന്നിരുന്നു കേട്ടോ. ഇടുങ്ങിയ വഴിയൊക്കെ ആയിരിക്കും, സ്ലിപ്പാവുമോ എന്നൊക്കെ ഉള്ളൊരു വിഷമങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് ഇത് നല്ല വീതിയുള്ള റോഡാണ്. നമ്മളുടെ ടൗണിലേക്ക് റോഡിനേക്കാളും നല്ല വീതിയാണ്, നല്ല സേഫ്റ്റിയുണ്ട്. ആകാശമൊക്കെ നോക്ക്, നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ ഉണ്ട്. ആ കാറൊക്കെ വരുന്ന നോക്കിയേ, ഒരു പ്രത്യേക ഒരു യൂറോപ്യൻ ടച്ച് തോന്നിക്കുന്നല്ലേ ഈ കാണുമ്പോഴേ. നമ്മൾ ഈ യൂറോപ്പിലൊക്കെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു കാഴ്ച. ആകാശമൊക്കെ അങ്ങനെ നല്ല രാസലഹരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നോക്കൂ, പാറയൊക്കെ പൊട്ടിച്ചാണ്. ഇത് വലിയ മലയല്ലേ. അപ്പോൾ ആ മലയിൽ കാത്തൂടെ ആണല്ലോ മേളി വരെ പോകണ്ടേ. അപ്പോൾ ഇങ്ങനെ കറങ്ങിയാണ് മുകളിൽ പോകുന്നത്. അതുകൊണ്ട് 3 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെയുള്ള പാതയാണ്. പക്ഷെ നല്ല പാതയാട്ടോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ദുർഘടമാണ് വിചാരിച്ചത്. പക്ഷേ മനോഹരമായി നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്ക് ആസ്വദിച്ച് എവിടെ വേണമെങ്കിലും നിർത്തി കണ്ടും കേട്ടും നമുക്ക് മുകളിൽ പോകാം. ആ കോടയൊക്കെ ഇറങ്ങി കിടക്കുന്ന നോക്കിക്കേ, നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അതൊന്ന്
പറഞ്ഞറിയിക്കേണ്ട കാര്യമാണ്. ഇവിടെ എല്ലാ ആൾക്കാരും നിൽക്കുക. നോക്ക്, എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ താഴ്വരയിലൊക്കെ എത്രയോ ജനങ്ങൾ കൃഷിപ്പണിയിലും മറ്റുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. നല്ല കാലാവസ്ഥയാണ്. എന്ത് മനോഹരമാണ് നോക്ക്, എല്ലായിടവും ആളാണ്. അങ്ങനെ നമ്മളൊരു വീണ്ടും ഒരു വളവ് ഇങ്ങനെ തിരിയുകയാണ്. നോക്കിക്കേ, ആ പാറയ്ക്കിടയിലൂടെ ഈ റോഡ് തുരങ്കം വെട്ടി, പക്ഷെ നേരെ ഇങ്ങനെ വരാമെന്ന് ഒരു തുരങ്കം പോലെ കണ്ടേനെ. പക്ഷേ അതെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് ഇത് പോകുന്നത്. കാരണം ഇങ്ങനെ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ സ്ഥല സൗകര്യത്തിന് വേണ്ടി മൊത്തം എടുത്ത് കളഞ്ഞാണ് പോയേക്കുന്നത്. മഴവെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോയിക്കോളും. നല്ല പച്ചപ്പാണ്. നോക്കിയേ, വാഹനങ്ങളൊക്കെ ഇവിടുന്നേ പാർക്ക് ചെയ്തിട്ടേക്കെയാണ്. രണ്ട് സൈഡിലായിട്ടും കാറുകൾ. കേരളത്തിലെ വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കേരളക്കാർ കണ്ടമാനം വരാറുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അടുത്താണല്ലോ ഈ ബോർഡറിലാണല്ലോ ഈ സംഭവം. അതുകൊണ്ട് കണ്ടമാനം ആൾക്കാർ വരാറുണ്ട്. നമ്മളങ്ങ് മുകളിലെത്തി. ഇവിടെ ആണെന്ന് തോന്നുന്നു ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്നത്. നോക്കാം. ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് ഞാൻ താഴോട്ട് പോവുകയാണ്. എന്നിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി വരും. ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടു. ഇനി ഞാൻ ടിൻറ്റുമോനുമായിട്ട് താഴെ പോവുകയാണ്. താഴോട്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ഇനി പടി കയറിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ ടിൻറ്റുമോനും താഴോട്ട് പോവുകയാണ്. നമുക്ക് താഴെ ചെന്നിട്ട് 625 പടികൾ കയറി വരണം. നമ്മൾ തിരുമലക്കോവിലോട്ട് കയറി പോവുകയാണ്. ടിൻറ്റുമോനെ താഴെ പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ പടി കയറി. ഏതാണ്ട് അടുക്കാറായി. 625ഓളം പടിയാണ് മൊത്തത്തിലുള്ളത്. ഞാനിപ്പോൾ കോവിലിനടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ക്ഷീണിതനാണ് ഞാൻ. ഒരുപാട് ആൾക്കാർ വരെയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ ചാറ്റമഴ പെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്പ്രേ ചെയ്യുന്നത് പോലെയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന മഴ കാറ്റുകൊണ്ട് വരുന്നതാണ് ഈ മഴത്തുള്ളികൾ കേട്ടോ. അങ്ങനെയാണ്, നല്ല രസമുണ്ട്. ഇത് നേരിലൊന്ന് വരണം. എല്ലാവരും ഒന്ന് നേരിൽ വന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ് തിരുമലക്കോവിൽ. അങ്ങനെ നമ്മൾ കോവിലിൻ്റെ എൻട്രൻസ് ആവാറായി. കാണിച്ചു തരാം. അതാണ്ടേ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ അണയ്ക്കുന്നുണ്ട്. നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. വൈകുന്നേരമായി ഇപ്പോൾ. ഇവിടെ ലേഡീസിനും ജെൻസിനും പ്രത്യേകം ടോയ്ലറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും എഴുതി വച്ചിട്ടുണ്ട്. ദേ നോക്കൂ, നമ്മൾ വന്ന വഴിക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിരുന്നില്ലേ, ആ ദൃശ്യമാണ് ഈ കാണുന്നത്. കേരളത്തിൽ നിന്നും ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ശരിക്കും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നമ്മളേതാണ്ട് ആ മലയോളം ഉയർന്നു വന്നില്ലേ. നോക്കി ആ മലയുടെ ഹൈറ്റ്, അത്രത്തോളം നമ്മൾ ഉയർന്ന പ്രതലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇവിടെ വേറൊരു കാര്യമുണ്ട്. നല്ല രസമുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. ആ കാറ്റിൻ്റെ ഒരു പ്രത്യേക കുളിർമയാണ്. നമുക്കതൊരു വെറുപ്പില്ലാത്തൊരു കാറ്റ്. നമുക്ക് ചില കാറ്റടിക്കുമ്പോൾ നമുക്ക് കണ്ണൊക്കെ അടഞ്ഞ് ഒരുമാതിരി ഒരു മുടിയൊക്കെ വല്ലാണ്ടായി. ഇതല്ല, ആ തണുപ്പിനൊരു നല്ല തണുപ്പുള്ളൊരു കാറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുകയല്ലേ, ഇതിന് തൊട്ടടുത്തല്ലേ കേരളം. അപ്പോൾ അവിടെ നിന്ന് ചെറിയ വീശുന്ന കാറ്റാണ് സാറൽ എന്ന് പറയും തമിഴിൽ. ആ സാറലാണ് ഇവിടെ ചെറിയ തുള്ളി തുള്ളിയായിട്ട് വന്ന് നമ്മുടെ ദേഹത്തൊക്കെ വീഴുകയൊക്കെ ചെയ്യും. ഇതേ നോക്കൂ, ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഭക്തരൊക്കെ കൂടുതലുണ്ട്. ഇവിടെ വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പം നമ്മളുടെ തിരുമലക്കോവിലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പളനിയില്ലേ, പളനിയിലെ അതുപോലൊരു കോവിലാണിത്. പളനി രണ്ടാം പളനി എന്നാണ് ഇതറിയപ്പെടുന്നത്. ആൾക്കാരൊക്കെ വന്നവരൊക്കെ പിന്നെ തൊഴുതിട്ടൊക്കെ പോവുകയാണ്. വന്നവരൊക്കെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നു. മനോഹരമായുള്ളൊരു കുളം. എനിക്ക് ഇതെന്താ കുളമാണ് ഇത് ശരിക്കും. എങ്ങനെ പണിതെടുത്തേക്ക് നോക്ക്. ആ ആർക്കിടെക്റ്റൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കുന്നതെന്ന്. ഇത് നമ്മുടെ പുഷ്പ സിനിമയിലൊക്കെ ഉണ്ട് ഈ രംഗമൊക്കെ കേട്ടോ. ഈ ഒരു കുളമൊക്കെ നമ്മുടെ പുഷ്പ എന്ന് പറയുന്ന അല്ലു അർജുൻ്റെ പടത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ് അവിടെയൊക്കെ. നമുക്ക്
അവിടെയൊക്കെ നിൽക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇത് നോക്കൂ, എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും കൊച്ചുകുട്ടികളൊക്കെ ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ തമിഴ്നാട്ടിൽ വരുമ്പോഴുള്ളൊരു പ്രത്യേകതയാണ്, കണ്ടില്ലേ ആ മതിലിലൊക്കെ ഒരു റെഡും വൈറ്റുമായിട്ടുള്ളൊരു ഒരു ലൈൻ കൊടുക്കത്തില്ലേ, അത് തമിഴ്നാടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എവിടെ പോയാലും ആ ഒരു സ്റ്റൈൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടത് തമിഴ്നാടാണെന്ന്. ഇത് നോക്കൂ, ഇതാണ് നമ്മൾ കോവിലിൻ്റെ മുകളിൽ പോയിട്ട് തൊഴുതിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. ആ കാണുന്ന ആൾക്കാരൊക്കെ അതുവഴിയാണ് ഇറങ്ങി വരുന്നത്. സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിൽ കൂടാണ്, അതെ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടാണ് നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി വരുന്നത്. ഇത് നോക്കൂ, എത്ര മനോഹരമായിട്ടാണെന്നത് നിർമ്മിച്ചേക്കുന്നത്. അമ്പലത്തിൻ്റെ ഈ സൈഡിലുള്ളൊരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഏതാണ്ട് വൈകുന്നേരമൊക്കെ ആയി, ഒരു 6:10 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. അണ്ടേ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് കാണാൻ. ഒരു ഇരുൾച്ച വന്നപ്പോഴത്തേക്കേ ഇഷ്ടംപോലെ ബെഞ്ചുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് കാറ്റ് കൊള്ളാനും ആസ്വദിക്കാനും ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനൊക്കെ വേണ്ടി ഇഷ്ടംപോലെ ബെഞ്ചൊക്കെ പണിതിട്ടുണ്ട്. അപ്പം മുകളിൽ നമുക്ക് ഈ ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനൊന്നും അലൗഡില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങി വന്നായിരുന്നു. ഇതേ നോക്കൂ, എന്തോ ഒരു ജനങ്ങളാണെന്ന്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ആൾക്കാർ, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞും പല സുഹൃത്തുക്കളും ഒക്കെയാണ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതേ നോക്കൂ, നല്ല രസമുണ്ടല്ലേ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. അതാണ് അതുവഴിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ പതുക്കെ താഴോട്ട് പോവുകയാണ്. ഇനി ഒരു വട്ടം കൂടി ഇവിടെ വരണം. ഇവിടെ ഇതേ നോക്കേ, എല്ലായിടവും നല്ല വൈബാണ് കേട്ടോ. അതുകൊണ്ട് ആ സൈഡ് കണ്ടില്ലേ, ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ താഴോട്ട് പോകുന്ന വഴി. അങ്ങനെ ഞാൻ തിരുമലക്കോവിലൊക്കെ കണ്ട് താഴോട്ട് പോവുകയാണ്. 625 സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴെ ചെല്ലാൻ. താഴെ പോയിട്ട് ടിന്നുമോനുമായിട്ട് നമ്മൾ കേരളത്തിലോട്ട് യാത്ര തിരിക്കും. സുഹൃത്തുക്കളെ, തിരുമലക്കോവിൽ നിന്നും ഞാൻ പടിയിറങ്ങിയാണ്. ഒരു വട്ടം കൂടി ഒന്ന് വരണം ഇവിടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.